ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നമ്മുടെ 5th മോഡ്യൂൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ യൂണിറ്റോട് കൂടിയിട്ട് 4th മോഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് മോഡ്യൂൾ എത്തി 5th മോഡ്യൂൾ. അപ്പോൾ അതിലും ഈ നമ്മുടെ GST ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, ടാക്സ് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അണ്ടർ GST എന്നുള്ളതാണ് ഈ യൂണിറ്റിൻ്റെ പേര്. സോ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹിസ് ടാക്സ് ലയബിലിറ്റി ഓൺ എ മന്ത്ലി ബേസിസ് ബൈ സെറ്റിംഗ് ഓഫ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഗെയിൻസ്റ്റ് ദ ഔട്ട്വേർഡ് ടാക്സ് ലയബിലിറ്റി. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്ത് ചെയ്യണം? അയാളുടെ ടാക്സ് ലയബിലിറ്റി ഓരോ പ്രതിമാസവും സെറ്റ് ചെയ്യണം. അതിൽ അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യണം? ഒഴിവാക്കിയിട്ട് എഗെയിൻസ്റ്റ് എന്താണ്? ഔട്ട്വേർഡ് ടാക്സ് ലയബിലിറ്റിയാണ്. ഇഫ് ദർ ഈസ് എനി ബാലൻസ് ടാക്സ് ലയബിലിറ്റി ദ സെയിം ഈസ് റിക്വയർഡ് ടു ബി പെയ്ഡ് ടു ദ ഗവൺമെൻറ്. ടാക്സ് ലയബിലിറ്റി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് ഗവൺമെൻറ് അടയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ടാക്സ് പേയ്മെൻറ്റിനെ കുറിച്ചിട്ട് നോക്കുക. In GST regime for any intra-state supply, tax to be paid are GST, which is CGST, going to the account of central government, and state GST, SGST, going to the account of concerned state government. For any interstate supply, the tax to be paid is integrated GST, which is IGST, which will have components of both CGST and SGST. In addition, certain categories of registered persons will be required to pay the government account, that is tax deducted at source and tax collected at source. അപ്പോൾ ഈ ടാക്സുകളൊക്കെ എന്താണ്? ഇപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോൾ CGST ആൻഡ് SGST. അപ്പോൾ അതിപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇൻട്രാ യൂണിയൻ ടെറിട്ടറി, അതായത് ഒരു യൂണിയൻ ടെറിട്ടറിൻ്റെ ഉള്ളിലാണെങ്കിൽ CGST UT GST ആണ് അടയ്ക്കേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് ഇൻ്റർ സ്റ്റേറ്റ് ഓർ ഇൻ്റർ യൂണിയൻ ടെറിട്ടറി ഓർ ബിറ്റ്വീൻ എ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി, വി വിൽ ഹാവ് ടു പേ ഇൻ്റഗ്രേറ്റഡ് GST, വിച്ച് ഇസ് കോൾഡ് IGST. ഓക്കെ, അപ്പോൾ അത് എല്ലാ മാസവും അടയ്ക്കേണ്ടത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമ്മൾ വാങ്ങിയ സാധനങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് ഒരു വ്യാപാരി ആകുമ്പോൾ അയാളിപ്പോൾ വാങ്ങി വെച്ച സാധനങ്ങൾ, അത് സ്റ്റോക്ക് ആവാം അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യേണ്ട റോ മെറ്റീരിയൽസ് ആവാം, അതിനൊക്കെ GST അടച്ചിട്ടുണ്ടെങ്കിൽ ഹി ക്യാൻ സെറ്റ് ഓഫ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് ആ വാങ്ങിയതിന് കൊടുത്ത GST ഇതാണ്, ഇനിയിപ്പോൾ ഒഴിവാക്കിയിട്ട് വേണം ബാക്കി GST അടയ്ക്കാൻ. അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് അൾട്ടിമേറ്റ് കസ്റ്റമർ വിൽ ഹാവ് ടു ബെയർ എ ലോട്ട് ഓഫ് GST, ഒരുപാട് ടാക്സ് ബെയർ ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ് ആണ് ദ ഫീച്ചേഴ്സ് ഓഫ് GST പേയ്മെൻറ്റ് പ്രോസസ്. ഫീച്ചേഴ്സ് ഓഫ് GST പേയ്മെൻറ്റ് പ്രോസസ്: ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ചലാൻ ഫ്രം GSTN കോമൺ പോർട്ടൽ ഇൻ ഓൾ മോഡ്സ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് നോ യൂസ് ഓഫ് മാനുവലി പ്രിപ്പയർഡ് ചലാൻ. സോ ഇത് ചിലപ്പോൾ ചോദിക്കും, ദ ഫീച്ചേഴ്സ് ഓഫ് GST പേയ്മെൻറ്റ് പ്രോസസ്. അത് ഇലക്ട്രോണിക്കലിയാണ് ചലാൻ നമ്മൾ ജനറേറ്റ് ചെയ്യുക, മാനുവലി, അതായത് റസീത് പണ്ട് എഴുതി തരുന്ന രീതിയല്ല. ഫെസിലിറ്റേഷൻ ഫോർ ദ ടാക്സ് പേയർ ബൈ പ്രൊവൈഡിങ് ഹാസിൽ ഫ്രീ എനി ടൈം എനിവെയർ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതായത് ഏത് സമയത്ത് വേണമെങ്കിൽ എന്താണ് ടാക്സ് അടയ്ക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ GST സെറ്റ് ചെയ്തിരിക്കുന്നത്. ടാക്സ് പേയർക്ക് ഹാസിൽ ഫ്രീ എനി ടൈം മോഡ് ഓഫ് പേയ്മെൻ്റ് ആണുള്ളത്. കൺവീനിയൻസ് ഓഫ് മേക്കിംഗ് പേയ്മെൻറ്റ് ഓൺലൈൻ, ലോജിക്കൽ ടാക്സ് കളക്ഷൻ ഡാറ്റ ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്, faster remittance of tax revenue to the government account, paperless transactions, PD accounting, electronic reconciliation, simplified procedure for banks, warehousing of digital challan. അപ്പോൾ ഡിജിറ്റൽ ചലാൻ എന്താണ്? കൃത്യമായിട്ട് സൂക്ഷിക്കാനും സാധിക്കും, അത് ഒരുപാട് എളുപ്പത്തിൽ സാധിക്കും, ഗവൺമെൻറ്റിന് പെട്ടെന്ന് റവന്യൂ കിട്ടും, അക്കൗണ്ടിങ് റിപ്പോർട്ടൊക്കെ പെട്ടെന്ന് ലഭിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഈ പോയിൻറ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ബൈ ദ നോർമൽ ടാക്സ് പെയർ ഇസ് ടു ബി ഡൺ ഓൺ ദ മന്ത്ലി ബേസിസ് ഓഫ് 20th ഓഫ് ദ സക്സീഡിങ് മന്ത്. ഈ മാസത്തെ ടാക്സ് അടുത്ത മാസം 20 ആകുമ്പോഴേക്ക് അടയ്ക്കണം എന്നുള്ളതാണ്. ക്യാഷ് പേയ്മെൻറ്റ്സ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ക്യാഷ് ലെഡ്ജർ ആൻഡ് ദ ടാക്സ് പേയർ ഷാൽ ഡെബിറ്റ് ദ ലെഡ്ജർ വൈൽ മേക്കിംഗ് പേയ്മെൻറ്റ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഹൗ മെനി ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ് ആർ ദർ? ദർ ആർ 3 types ഓഫ് ലെഡ്ജേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെൻറ്. വൺ ഈസ് ഇലക്ട്രോണിക് ടാക്സ് ലയബിലിറ്റി ലെഡ്ജർ, സെക്കൻഡ് ഈസ് ഇലക്ട്രോണിക് ടാക്സ് ലെഡ്ജർ, തേർഡ് വൺ ഈസ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. 3 തരം ലെഡ്ജറാണുള്ളത്. അതിൽ ദ ഇലക്ട്രോണിക് ടാക്സ് ലയബിലിറ്റി ലെഡ്ജർ ഷോസ് ദ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. ഏത് സമയത്താണെങ്കിലും ഒരു ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഒരു രജിസ്റ്റേർഡ് പേഴ്സണെ കാണിക്കുന്നുള്ളതാണ്. സോ അതിൽ എമൗണ്ട് ഓഫ് ടാക്സ് പേബിൾ ഉണ്ടാവും, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലേറ്റ് ഫീ ആഡ് ചെയ്യും. പിന്നെ എമൗണ്ട് ഓഫ് ടാക്സ് പേബിൾ അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ അക്കൗണ്ട് മിസ്മാച്ച്ഡ് ഓൺ ക്രെഡിറ്റ് ബേസ്ഡ് ആസ് പെർ സെക്ഷൻ 29. പിന്നെ എനി അതർ എമൗണ്ട് പേബിൾ ബൈ ടാക്സ്, TDS, TCS, ടാക്സ് പേബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്, എമൗണ്ട് ടാക്സ് പേബിൾ ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് അഗെയിൻസ്റ്റ് എനി ഇൻട്രസ്റ്റ്, ഇതൊക്കെ വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഇത്ര ഉണ്ടാവുക. പിന്നെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറാണ്. സോ
An electronic cash ledger will also be maintained on the GST portal. It will display the amount deposited by the taxpayer towards discharge of his tax liability or interest or late fee. GST portal മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ബൈ ദ ക്യാഷ് പെയർ ടുവേർഡ്സ് ഡിസ്ചാർജ് ഓഫ് ഹിസ് ടാക്സ് ലയബിലിറ്റി ഓർ ഇൻട്രസ്റ്റ് ഓർ ലേറ്റ് ഫീ ഓർ പെനാൽറ്റി എനി അതർ എമൗണ്ട്. ഇതുവരെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറാണ്. ഓൾ ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട്സ്, ഇൻപുട്ട് അടച്ച ടാക്സുകൾ കാണിക്കുന്നതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ, ആദ്യത്തേത് എന്താണ് ഈ ഒരു പോയിന്റ് വരെ മാർക്ക് ചെയ്യുക, രണ്ടാമത്തേത് ഈ ഒരു പോയിന്റ് വരെ, മൂന്നാമത്തേത് ഇത്. അപ്പോൾ ഇത് മൂന്നും എന്താണ് ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു പോയാൽ മതി. പിന്നെ ചിലപ്പോൾ ഇത് ചോദിക്കും EFPB, ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് ഫോക്കൽ പോയിന്റ് ബ്രാഞ്ച് ആണ്. അതിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ഫോക്കൽ പോയിന്റ് ബ്രാഞ്ച് എന്നുള്ളതാണ്. ദീസ് ബ്രാഞ്ചസ് ഓഫ് ഓതറൈസ്ഡ് ബാങ്ക്സ് വിച്ച് ആർ ഓതറൈസ്ഡ് ടു കളക്ട് പേയ്മെൻറ്റ് ഓഫ് GST. ഇതുവരെ മാർക്ക് ചെയ്താൽ മതിയേ. അതായത് ഓരോ ബാങ്കുകളുടെ ബ്രാഞ്ചസ് ആണ് വിച്ച് ഇസ് ഓതറൈസ്ഡ് ടു കളക്ട് GST എന്നുള്ളതാണ് EFPB, ഇലക്ട്രോണിക് ഫോക്കൽ പോയിന്റ് ബ്രാഞ്ച്. ദെൻ പെനാൽറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് അണ്ടർ GST. അപ്പോൾ GSTയിൽ വരുന്ന പെനാൽറ്റീസും ഇൻട്രസ്റ്റും ഒക്കെ എത്രയാണെന്നുള്ളതാണ്. ദ വേർഡ് പെനാൽറ്റി ഈസ് നോട്ട് സ്പെസിഫിക്കലി ഡിഫൈൻഡ് ഇൻ GST. പെനാൽറ്റി എന്ന് പറഞ്ഞ വേർഡ് സ്പെസിഫിക്കലായിട്ട് GSTയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ് ടേക്സ് ദ മീനിങ് ഫ്രം വേരിയസ് ജുഡീഷ്യൽ പ്രൊണൗൺസ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ജൂറിസ്പ്രൂഡൻസ്. എ പെനാൽറ്റി ഈസ് എ പണിഷ്മെൻറ്റ് ഇമ്പോസ്ഡ് ബൈ ലോ ഫോർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്. പെനാൽറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു ഒഫൻസ് ചെയ്യുമ്പോൾ, നമ്മളെന്തെങ്കിലും ഒരു നിയമവിരുദ്ധമായൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തരുന്നൊരു പണിഷ്മെൻ്റാണ്. ഫെയിലിംഗ് ടു ഡു സംതിങ് ദാറ്റ് വാസ് ഡ്യൂട്ടി ഓഫ് എ പാർട്ടി ടു ഡു സോ. നമ്മളെന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യേണ്ടതിൽ വരുന്ന പെനാൽറ്റിയാണ്. അപ്പോൾ അതിൽ എന്താണ്, എ പെനാൽറ്റി ക്യാൻ ബി ബോത്ത് കോർപ്പറൽ ഓർ പെക്യൂനറി, സിവിൽ ഓർ ക്രിമിനൽ. ബോത്ത് കോർപ്പറൽ വിച്ച് ഇസ് ജയിൽ ഓർ പെക്യൂനറി മോണിറ്ററി പെനാൽറ്റീസ് ആർ അപ്ലിക്കബിൾ അണ്ടർ GST. കോർപ്പറൽ പെനാൽറ്റി കംസ് നമ്മൾ ജയിലിൽ കിടക്കുന്ന പെനാൽറ്റീസാണ്. പെക്യൂനറീസ് എന്താണ്, മോണിറ്ററി, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുന്ന പെനാൽറ്റീസാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അതുവരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ലേറ്റ് ഫയലിംഗ് ആണ്. ലേറ്റ് ഫയലിംഗ് നമുക്കറിയാം 100 രൂപ വെച്ചിട്ടാണ് ലേറ്റ് ഫീ വാങ്ങുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. മാക്സിമം 5000 റുപ്പീസ് വരെയാണ്. പിന്നെ നോട്ട് ഫയലിംഗ്, ഇഫ് യു ഡോണ്ട് ഫയൽ എനി GST റിട്ടേൺ ദെൻ സബ്സിക്വൻറ്റ് റിട്ടേൺസ് കനോട്ട് ബി ഫയൽഡ്. നമ്മൾ ഇതുവരെ GST ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവി GST എന്താണ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. For the 21 offences with no intention of fraud and tax evasion, an offender not paying tax or making short payments must pay 10% of the tax amount due to maximum of ₹10,000. നമ്മളിപ്പോൾ എന്താണ് ഫ്രോഡോ ടാക്സ് ഇവേഷനോ അല്ലാതെ നമ്മൾ അറിയാതെ അടയ്ക്കാൻ വിട്ടുപോവുകയാണെങ്കിൽ നമ്മൾ 10% വരെ ടാക്സിൻ്റെ 10% അടയ്ക്കേണ്ടി വരും. ഇൻറ്റൻഷൻ ഓഫ് ഫ്രോഡ് ആണെങ്കിൽ എന്താണ് അതിലും 10% വരുന്നുണ്ട്. അതിൽ അഡീഷണൽ പെനാൽറ്റി ജയിൽ ടേം വരാം, ഫൈന് വരാം. എന്താണ് ചിലപ്പം 100 മുതൽ 200 ലക്ഷം വരെ നമ്മൾ ടാക്സ് അടയ്ക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ 1 വർഷം വരെ ജയിൽ ടേം വരാം. 2 മുതൽ 500 ലക്ഷം, അതായത് 2 കോടി മുതൽ 5 കോടി വരെ ആണെങ്കിൽ 3 വർഷം ജയിലിൽ വരാം. 5 കോടി വരെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷം വരെ ജയിലിൽ കിടക്കേണ്ട പെനാൽറ്റി വരാം എന്നുള്ളതാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് GST, അതായത് ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എവരി പേഴ്സൺ ഹു ഇസ് ലയബിൾ ടു പേ ടാക്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ഓർ റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ ബട്ട് ഫെയിൽസ് ടു പേ ദ ടാക്സ് ഓർ എനി പാർട്ട് ദെയർ ഓഫ് ടു ദ ഗവൺമെൻറ് വിത്തിൻ ദ പീരീഡ് പ്രിസ്ക്രൈബ്ഡ് ഷാൽ ഫോർ ദ പീരീഡ് ഫോർ വിച്ച് ദ ടാക്സ് ഓർ എനി പാർട്ട് ദെയർ ഓഫ് റിമെയിൻസ് അൺപെയ്ഡ് ഓഫ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ് അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് 18%. അപ്പോൾ 18% വരെ നമ്മൾ ചിലപ്പോൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി കാൽക്കുലേറ്റഡ്. ടാക്സബിൾ പേഴ്സൺ ഹു മേക്സ് അൺഡ്യൂ ഓർ എക്സസ് ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ സബ്സെക്ഷൻ 10 ഓർ ഓഫ് സബ്സെക്ഷൻ 42 ഓർ അൺഡ്യൂ ഓർ എക്സസ് റിഡക്ഷൻ ഇൻ ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റി അണ്ടർ സബ്സെക്ഷൻ 10. ഓക്കെ, ഇത് 3 പോയിൻ്റ് ഒന്ന് ജസ്റ്റ് വായിക്കുക. ഇനി സിറ്റുവേഷൻസ് വെയർ നോ പെനാൽറ്റി, ദർ ഇസ് നോ പെനാൽറ്റി. ടൈപ്പ് ഓഫ് ഒഫൻസ് പറയുന്നത് പെനാൽറ്റി ഫോർ ഇൻകറക്റ്റ് ടൈപ്പ് ഓഫ് GST അടയ്ക്കുകയാണെങ്കിൽ നോ പെനാൽറ്റിയാണ്. പെനാൽറ്റി ഫോർ ഇൻകറക്റ്റ് ഫയലിംഗ് ആകുമ്പോൾ നോ പെനാൽറ്റിയാണ്. ബട്ട് ഇൻട്രസ്റ്റ് 18% വരും എമൗണ്ട് നമ്മൾ പിന്നെ അടയ്ക്കാൻ ടൈം കഴിഞ്ഞു പോയാൽ. പിന്നെ പെനാൽറ്റി ഫോർ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഇൻവോയ്സ്, അവിടെ എന്താണ് ITC വിൽ ബി റിവേഴ്സ്ഡ് വിത്തിൻ ഇഫ് നോട്ട് പെയ്ഡ് വിത്തിൻ 6 months.
പിന്നെ എന്താണ് പെനാൽറ്റി ഓഫ് റോങ്ഫുൾ ചാർജിങ് GST, അവിടെ ഇൻട്രസ്റ്റ് വരുന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. സിറ്റുവേഷൻസ് വെയർ ദർ ഇസ് നോ പെനാൽറ്റി ബട്ട് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യും. അതായത് ഇൻകറക്റ്റ് വരികയാണെങ്കിൽ ഫയലിംഗ്, അത് GSTR വരികയാണെങ്കിലും, പിന്നെ എന്താണ് ഇൻവോയ്സ് ഡിലേ വരുമ്പോഴോ, അല്ലെങ്കിൽ എന്താണ് റോങ്ഫുള്ളി ചാർജിങ് GST ആണെങ്കിൽ. പിന്നെ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ് TDS. അപ്പോൾ TDS വർക്ക്സ് ഓൺ ദ കോൺസെപ്റ്റ് ദാറ്റ് എവരി പേഴ്സൺ മേക്കിംഗ് സ്പെസിഫൈഡ് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് ഓർ ടു എനി പേഴ്സൺ shall deduct tax at rate prescribed in the tax laws and deposit the same into government's account. അപ്പോൾ TDS എന്താണ് ചോദിക്കുകയാണ് ഇത് എഴുതുക. ദ പേഴ്സൺ ഹു ഇസ് മേക്കിംഗ് പേയ്മെൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡിഡക്ട്. അതായത് നമ്മളിപ്പോൾ ഒരാൾക്കൊരു ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ആ ശമ്പളം കൊടുക്കുന്ന വ്യക്തി, അതായത് ആ എംപ്ലോയർ, അയാളാണ് TDS പിടിച്ചിട്ട് ആർക്ക് കൊടുക്കുക, ഗവൺമെൻറ് ആ TDS കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് വേരിയസ് പ്രൊവിഷൻ ഓഫ് TDS അണ്ടർ GST ആണ്. Person liable to deduct TDS and GST law ആരാന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ an establishment of the central government or state government, local authority, governmental agencies, such persons or category of persons as may be notified by the government, an authority or a board or any other body which has been set up by the parliament, a society established by the central or any state government ആണ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും ആവാം. ഇവർക്കൊക്കെയാണ് TDS പിടിക്കാനുള്ള അധികാരമുള്ളത്. ഇപ്പോൾ റേറ്റ് ഓഫ് TDS എത്രയാണെന്ന് വെച്ചാൽ 2% ആണ്. TDS is to be deducted at the rate of 2% on payment made to the supplier of taxable goods and service. ഇനി രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ് ഓഫ് TDS ഡിഡക്ടർ ആണ്. ദ പേഴ്സൺ ഹൂ ഇസ് ലയബിൾ ടു ഡിഡക്ട് TDS ഹാസ് ടു കമ്പൽസറി രജിസ്റ്റർ ആൻഡ് ദർ ഇസ് നോ ത്രെഷോൾഡ് ലിമിറ്റ് ഫോർ ദിസ്. The registration under GST can be obtained without PAN and by using the existing tax deduction and collection amount. TAN number, ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പറാണ്. TDS പിടിക്കുന്ന ഒരാൾക്ക് TAN നമ്പർ വേണം. ഓക്കെ, TAN മാൻഡറ്ററി ആണ്. ഇയാൾ രജിസ്റ്റർ ചെയ്യണം, അയാൾക്ക് TAN നമ്പർ അത്യാവശ്യമാണ്. അതാണ് TDS ഡിഡക്റ്റ് ചെയ്യാനുള്ള. നമുക്കിപ്പോൾ ഒരു ആൾക്ക് ശമ്പളം കൊടുക്കുമ്പോൾ നമ്മൾ TDS ആയിരുന്നു പിടിച്ചിട്ട് ഗവൺമെൻറ് അടയ്ക്കണമെങ്കിൽ വി ഷുഡ് ബി രജിസ്റ്റേർഡ് ആൻഡ് വി ഷുഡ് ഒബ്റ്റെയിൻ എ TAN നമ്പർ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് കളക്റ്റഡ് TDS ആണ്. TDS shall be paid within 10 days. 10 ദിവസത്തിനുള്ള TDS അടയ്ക്കണം ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ടാക്സ് ഇസ് ഡിഡക്റ്റഡ്. ദ പേയ്മെൻറ്റ് ഷാൽ ബി മെയ്ഡ് ടു ദ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. അപ്പോൾ കൃത്യമായ ഗവൺമെൻറ് എന്താണ് TDS അടയ്ക്കണം എന്നുള്ളതാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ കേസ് ഓഫ് IGST ആൻഡ് CGST, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ കേസ് ഓഫ് SGST. ഇനി TDS സർട്ടിഫിക്കറ്റ്സ് ആണ്. ആസ് ഇൻ ഇൻകം ടാക്സ് ലോ ഹിയർ ഓൾസോ ദ പേഴ്സൺ ഡിഡക്റ്റിംഗ് ടാക്സ് ഹാസ് ടു ഇഷ്യൂ TDS സർട്ടിഫിക്കറ്റ് ഇൻ ഫോം ഓഫ് GSTR 7A. ഓക്കെ, TDS സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചിട്ടാണ്. ആസ് ഇൻ ഇൻകം ടാക്സ് ലോ ഹിയർ ഓൾസോ ദ പേഴ്സൺ ഡിഡക്റ്റിംഗ് ടാക്സ് ഹാസ് ടു ഇഷ്യൂ TDS സർട്ടിഫിക്കറ്റ് ഇൻ ഫോം GSTR 7A. ഓക്കെ, അപ്പോൾ TDS സർട്ടിഫിക്കറ്റ്സ് ആസ് ഇൻ ഇൻകം ടാക്സ് ലോ ദർ ഇസ് ഹിയർ ഓൾസോ ദ പേഴ്സൺ ഡിഡക്റ്റിംഗ് ടാക്സ് ഹാസ് ടു ഇഷ്യൂ ദ TDS സർട്ടിഫിക്കറ്റ് ഇൻ ഫോം ഓഫ് GSTR 7A. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ TDS ആണ്. ഫോർ ദ പർപ്പസ് ഓഫ് ഡിഡക്ഷൻ ഓഫ് TDS, ദ വാല്യൂ ഓഫ് സപ്ലൈ is to be taken as the amount excluding the tax indicated on the invoice. അതായത് എന്താണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ എന്താണെന്ന് വെച്ചാൽ ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, സപ്ലയർ P മേക്ക് സപ്ലൈ വർത്ത് ₹1 lakh, ദ റേറ്റ് ഓഫ് GST 18% ആണ്. അപ്പോൾ അതിൽ ഈ 10 lakhൻ്റെ കൂടെ എന്താണ് ഈ 18% GST അതിൻ്റെ എന്താണ് 2%. അപ്പോൾ 10 lakhന് 2% എടുത്താൽ മതി, ₹2000 TDS. ഈ 18% GST കൂട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഫോം ഓഫ് TDS റിട്ടേൺ എന്താണ്? ദ പേഴ്സൺ ഡിഡക്റ്റിംഗ് ടാക്സ് ഇസ് റിക്വയർഡ് ടു ഫയൽ എ TDS റിട്ടേൺ ഇൻ ഫോം GSTR 7 ആണ്. GSTR 7 ആണ് TDSൻ്റെ വരുന്നത് വിത്തിൻ 10 days ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത്. ഇനി ബെനിഫിറ്റ് ഒക്കെ എന്തൊക്കെയാണ് ഡിഡക്റ്റിക്ക് സപ്ലയർക്ക്? ആസ് സ്റ്റേറ്റഡ് അബവ്, ദർ വിൽ ബി an automatic reflection of the electronic ledger of the deductee. Refund of TDS possible under GST. If any excess amount is deducted and paid to the government, a refund can be claimed as this is not the tax amount that the government has a right on. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് TCS എന്താണെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചോദിക്കും TCS എന്താണെന്നുള്ളത് കേട്ടോ അണ്ടർ GSTയിൽ. സോ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അണ്ടർ GST മീൻസ് ടാക്സ് കളക്റ്റഡ് ബൈ എൻ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ഫ്രം ദ കൺസിഡറേഷൻ റിസീവ്ഡ് ബൈ ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ സപ്ലയർ ഓഫ് ഗുഡ്സ്. അതായത് ഒരു സപ്ലയർ ഓഫ് ഗുഡ്സിൻ്റെ കയ്യിൽ നമ്മൾ എന്താണ് ടാക്സ് അയാൾക്ക് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സർവീസ് ഹു മേക്സ് ത്രൂ ഓപ്പറേറ്റേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതായത് ഇ-കോമേഴ്സ് ഓപ്പറേറ്ററെ, അതായത് ഇപ്പോൾ നമ്മൾ ആമസോണോ ഫ്ലിപ്കാർട്ടൊക്കെ മാതിരി സപ്ലയർക്ക് വേണ്ടി അയാൾ ടാക്സ് കളക്ട് ചെയ്യാം. സപ്ലയർ കളക്ട് ചെയ്യുന്നില്ല അല്ല. ഇപ്പോൾ നമ്മളൊരു സാധനം ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ഓൺലൈൻ ഓപ്പറേറ്റേഴ്സാണ് കളക്ട് ചെയ്യുക, നമ്മളല്ല. അപ്പോൾ അതാണ് GSTയിൽ TCSനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. സോ പേഴ്സൺ ലയബിൾ ടു കളക്ട് TCS അണ്ടർ GST ആണ്. സർട്ടൻ ഓപ്പറേറ്റേഴ്സ് ഹു ഓൺ ഓപ്പറേറ്റ് ആൻഡ് മാനേജ് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആർ ലയബിൾ ടു കളക്ട് TCS.
TCS applies only if the operators collect consideration from the customers on behalf of vendors or suppliers. നമുക്കറിയാം ഇപ്പോൾ ആമസോൺ ഒരു സാധനം വിൽക്കുമ്പോൾ ആമസോണല്ലേ വിൽക്കുന്നത്, അതിന് പുറകിൽ വേറൊരു സെല്ലറുണ്ട്. അപ്പോൾ ഈ ആമസോണാണ് അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രമേ ഈ സപ്ലയേഴ്സ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ റേറ്റ് അപ്ലിക്കബിൾ 1% ആട്ടോ. TDS 2% ആണെങ്കിൽ TCS 1% ആണ്. പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നുള്ളതാണ്. So input credit means that at the time of paying tax on input, a dealer can reduce the tax which is already paid on inputs and pay the balance amount. അതായത് ഓൾറെഡി എന്താണ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് എന്താണ് കുറയ്ക്കുന്നതിൻ്റെ പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. പിന്നെ യൂസസ് എന്തൊക്കെയാണ്? അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ സപ്ലൈ ചെയിൻ ദ ബയർ ഗെറ്റ്സ് ക്രെഡിറ്റ് ഫോർ ദ ഇൻപുട്ട് ടാക്സ് പെയ്ഡ് ആൻഡ് ദേ ക്യാൻ യൂസ് ഇറ്റ് ടു ഓഫർ GST ദാറ്റ് നീഡ്സ് ടു ബി പെയ്ഡ് ടു ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് ബെറ്റർ ലെറ്റ്സ് ടേക്ക് ഒരു എക്സാമ്പിൾ. ഇത് വേറെ നോക്കിയാൽ മതി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കുമ്പോൾ നമുക്ക് അധിക തുക വരില്ല എന്നുള്ളതാണ്. പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റൂളുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ ഡീലർ ഷുഡ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ടാക്സ് ഇൻവോയ്സ്. ഡീലർക്ക് ടാക്സ് ഇൻവോയ്സ് വേണം. ദ സെഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ഹാസ് ബീൻ റിസീവ്ഡ്, അത് കിട്ടിയിരിക്കണം. റിട്ടേൺസ് കൃത്യമായിട്ട് ഫയൽ ചെയ്തിരിക്കണം. ടാക്സ് ചാർജ്ഡ് ഹാസ് ബീൻ പെയ്ഡ് ടു ദ ഗവൺമെൻറ് ബൈ സെല്ലർ. ടാക്സ് ചാർജ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് പെയ്ഡ് ടു ദ ഗവൺമെൻറ്, സപ്ലയർ എന്നാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ചാർജ് ചെയ്ത് അടച്ചിരിക്കണം. വെൻ ദ ഗുഡ്സ് ആർ റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ITC ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി വെൻ ദ ലാസ്റ്റ് ലോഡ്. ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഗുഡ്സ് കൊടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കിട്ടുള്ളൂ. നോ ITC വിൽ ബി അലൗഡ് ഇഫ് ഡിപ്രിസിയേഷൻ ഹാസ് ബീൻ ക്ലെയിംഡ് ഓൺ ടാക്സ് കോമ്പണൻറ്റ് ഓഫ് എ ക്യാപിറ്റൽ ഗുഡ്. ടാക്സ് കോമ്പണൻറ്റ് ഓഫ് എ ക്യാപിറ്റൽ ഗുഡിൽ നിന്നാണ് ITC കിട്ടില്ല. പിന്നെ GST പിന്നെ എ പേഴ്സൺ രജിസ്റ്റർ ആൻഡ് കോമ്പസിഷൻ സ്കീം ഇൻ GST കനോട്ട് ക്ലെയിം ITC. കോമ്പസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത ആൾക്ക് ITC കിട്ടില്ല. ITC ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഫോർ ബിസിനസ് പർപ്പസ്. ബിസിനസ് പർപ്പസിലേ ITC കിട്ടുള്ളൂ. ഇനി ഇന്നെലിജിബിൾ ടു ക്ലെയിം ITC കിട്ടാതിരിക്കാനുള്ള ചാൻസുകൾ എന്തൊക്കെയാണ്? പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സിന് ITC കിട്ടില്ല. കോമ്പസിഷൻ ഡീലേഴ്സിന് കിട്ടില്ല. പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് എക്സെപ്റ്റഡ് ഗുഡ്സിന് കിട്ടില്ല. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സിന് കിട്ടില്ല എന്നുള്ളതാണ്. ഇനി ITC കിട്ടണമെങ്കിൽ അവൈൽ ചെയ്യണമെങ്കിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇൻവോയ്സ് വേണം, സപ്ലയർ കൊടുത്ത. പിന്നെ എന്താണ് ബിൽ ഓഫ് സപ്ലൈ വേണം, അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് വേണം. പിന്നെ എന്താണ് ബിൽ ഓഫ് എൻട്രി വേണം, ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂഡ് ബൈ സപ്ലയർ. പിന്നെ എന്താണ് ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ